നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് സ്വർണത്തിന്റെ വില തിരികെ 100 രൂപ കയറിയിരിക്കുന്നു. ഇതിന് 5000 രൂപയെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. 22 ക്യാരറ്റ് ഇന്ന് 15418ലാണ് 24 ക്യാരറ്റ് ഇരിക്കുന്നത്. 18 ക്യാരറ്റ് മാത്രം ഇന്നും ചീപ്പായിട്ട് കിട്ടുന്നു. 3000-ന് കുറവായിട്ടാണ് തരുന്നു. നിങ്ങൾക്ക് ചാൻസ് കിട്ടിയാൽ നിങ്ങൾ അതിനെടുക്കാം. സിൽവർ താളെ പോകുന്ന സമയമൊക്കെ സൈലന്റ് ആയിരുന്നുണ്ട്. ജുരുബർ കയറുന്ന സമയം റേറ്റ് കയറ്റുന്നു. സിൽവറിനെ കുറിച്ച് നിങ്ങളെ ശ്രദ്ധ വന്നിട്ട് വളരെ സൂക്ഷിച്ചിരിക്കണം. ആൻഡും ചട്ടത്തെ കളത്തി എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ തന്നെ ആർ ബി ശ്രമിച്ചാലും 92 തന്നെ. ഇപ്പം 92 വെയിറ്റിംഗ് ആണ് ഇരിക്കുന്നത്. ഇന്ന് സ്റ്റോക്ക് ഒക്കെ തിരികെ റീബൗണ്ട് ആയിട്ടുണ്ട്. ആദ്യം 300 പോയിന്റ് നിഫ്റ്റിയിലാണ് പറഞ്ഞത്. 160-170 പോയിന്റ് പ്ലസ്സിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. 20 പോയിന്റ് പ്ലസ് വരയ്ക്ക് മാർക്കറ്റ് ഇറങ്ങി. ഇപ്പോൾ സംസാരിക്കുമ്പോൾ 180 പോയിന്റ് പ്ലസ്സിലിരിക്കുന്നു. ഇപ്പോൾ മാർക്കറ്റിനെ കയറ്റുമ്പോൾ ഹയർ ലെവൽ ഓഫ് സെല്ലിംഗ് വരുന്നു. വലിയ റീബൗണ്ട് ഒന്നുമില്ല. ഈ റീബൗണ്ട് എങ്ങനെ വന്നു എങ്കിൽ ഇവിടെ ട്രംപ് എന്ത് പറഞ്ഞിരിക്കുന്നതെന്നാൽ വാറൊപ്പന പെട്ടെന്ന് തീർക്കും. വാറ് പെട്ടെന്ന് തീർന്നു പോകും. സോ ഇതിനെക്കുറിച്ച് വിഷമിക്കാൻ ഒന്നുമില്ല. ഇന്ന് എന്താണ് ന്യൂസ് എന്ന് നോക്കുമ്പോൾ ഒക്കെ വന്നിട്ട് 4 ഫിഗർ മാർക്കറ്റിൽ ക്രോസായി 3.5% അപ്പിലാണ് ഇരിക്കുന്നു. ആരൊക്കെ സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പേടിച്ച് ഗോൾഡ് വിട്ടോ നിങ്ങൾക്ക് ഓടിപ്പോവാൻ ഒരു ചാൻസ്. ഒരു തെറ്റിൻ്റെ അകത്ത് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി ഇന്നും നന്നായിട്ട് പെർഫോം ചെയ്യും. ഡോക്ടർ റെഡ്ഡി 1.7% അപ്പാണ്. കമേഴ്ഷ്യൽ വെഹിക്കിൾ, പാസഞ്ചർ വെഹിക്കിൾ രണ്ടും അപ്പാണ്. കമേഴ്ഷ്യൽ വെഹിക്കിൾ 3.6% അപ്പ്. M&M 2% അപ്പ്. മണപ്പുറം അപ്പ്. അങ്കമയിൽ കർണാടക ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് എല്ലാം അപ്പാണ്. സോ ഇപ്പോൾ മാർക്കറ്റ് വന്നിട്ട് ബ്രോഡ് ബേസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെ ഇതിനെ തട്ടി മാർക്കറ്റിനെ ഇറക്കും എന്ന് അറിയാൻ പറ്റുന്നില്ല. മാർക്കറ്റ് ഇറങ്ങുന്ന സമയം നമ്മൾ നോക്കാം. ആദ്യം ഗൾഫിലുള്ള ന്യൂസ്. ഇന്ത്യ ജനങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ശമ്പളം കറക്റ്റായിട്ട് വരുന്നില്ല. സർവീസ് ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്നവർക്ക് ഒരുപാട് ആൾക്കാർ ചെറിയ ചെറിയ കൈത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ വളരെ കഷ്ടത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ന്യൂസ് വന്നിട്ടുള്ളത്. ആ ന്യൂസിൽ എന്ത് പ്രത്യേകിച്ച് പറയുന്നു എന്നാൽ സ്വർണത്തിനെ ചീപ്പായിട്ട് വിൽക്കുന്നു. ഇന്ത്യ ജനങ്ങൾ എന്നിട്ട് ഫോഴ്സ് ടു സെൽ ഗോൾഡ് എന്ന് ചീപ്പായിട്ടെന്നാണ് എക്കണോമിക് ടൈംസിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ജനങ്ങൾ തങ്കത്തിനെ വെച്ചാണ് ഫാമിലിക്ക് ഇവിടെ സപ്പോർട്ടിന് അയക്കുന്നത്. ഈ ഓവർസീസ് അക്കൗണ്ടിനെ റെഡി ചെയ്യുന്നു. ദുബായിൽ ഇന്ത്യൻസ് ആർ ഫോഴ്സ് ടു സെൽ ഗോൾഡ് എന്ന ന്യൂസ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഗൾഫ് വാർ വീട്ടിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. വെള്ളം വരാതെ ദുബായിലും ഗൾഫിലിരിക്കുന്ന ആൾക്കാരൊക്കെ സ്വർണ്ണത്തിനെ വിൽക്കുന്നു. ഇതിനെക്കുറിച്ച് എക്കണോമിക് ടൈംസിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ കാണിക്കാം. പിന്നെ നിങ്ങൾ ചുമ്മാ ഞാൻ തന്നെ പറയുന്നു എന്ന് വിചാരിക്കുമല്ലേ. ട്രംപ് എന്ത് പറഞ്ഞിരിക്കുന്നതെന്നാൽ പറ്റും ദൂരം വാറിനെ പെട്ടെന്ന് എൻഡയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഴ്ചയിൽ നടക്കൂല എന്നാണ് പറയുന്നത്. പിന്നെ അവർ തന്നെ പറയുന്നു ഞാൻ ഇടുന്ന ബോംബ് 2010 കൂടുതലായിരിക്കും എന്നാണ് പറയുന്നു. ഞാൻ അടിക്കും ചവിട്ടും എന്നൊക്കെ പറയുന്നു. ഓയിൽ $100 എത്തിയിട്ടുണ്ട്. $1 താളെ വന്നിട്ടുണ്ട്. 6% താളെ ഇറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ശേഷം പിന്നെ ഗോൾഡ് തിരികെ കയറാൻ തുടങ്ങി. $1155 വരയ്ക്കും ഒരു ഔൺസിന് ചെന്നായിരുന്നു. ഫ്യൂച്ചേഴ്സിൽ 170 വരയ്ക്കും പോയി. ഉപ്പി വന്നിട്ട് റെക്കോർഡ് ബ്ലോയിലാണ് ഇരിക്കുന്നത്. അത് താളെ ഇറങ്ങും. 95 വരെ പോകാൻ ചാൻസ് വളരെ നന്നായിട്ടിരിക്കുന്നു. റിലയൻസ് സേഫായി എന്ത് ചെയ്തു എന്നാൽ 6 ബില്യൺ ബാരൽ ഓയിൽ വാങ്ങിയിരിക്കുന്നു. റഷ്യ എടുത്തിരുന്നു. ബില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷം. 60 ലക്ഷം ബാരൽ റഷ്യൻ ഓയിൽ അവർ വാങ്ങി വച്ചിരിക്കുന്നു. ചില ആൾക്കാർ എന്ത് പറയുന്നു എന്നാൽ ടാറ്റ സൺസിനെ ലിസ്റ്റ് ചെയ്താൽ തന്നെ ഈ മിസ്ത്രിക്കും ടാറ്റ സൺസിനും ടാറ്റ ട്രസ്റ്റിനും ഇരിക്കുന്ന പ്രോബ്ലം ഒക്കെ സോൾവ് ആവും. ഇസ്ത്രീം സ്റ്റോക്കിനെ വിറ്റുകൊണ്ട് വെളിയിൽ എടുത്തുകൊണ്ട് പോകും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് ടാറ്റ വന്നിട്ട് സമ്മതിക്കത്തില്ല. ഡൽഹി ഹൈക്കോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഓവർ നോട്ട് ഡിസ്ക് വന്നിട്ട് ഈ സെമി ഗ്ലൂട്ടേഡ് പാറ്റന്റിന് അതായത് അത് അപ്രൂവ് ആകുമെന്ന് ഇട്ടിരിക്കുന്നു. ഡോക്ടർ റെഡ്ഡി വന്നിട്ട് മാർക്കറ്റ് ചെയ്യരുത് പറഞ്ഞിരിക്കുന്നു. ജഡ്ജ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ആഴ്ചയിൽ പാറ്റന്റ് എക്സ്പയർ ആകാൻ പോകുന്നു. ഇപ്പോഴത്തെ ട്രയൽ ഞാൻ നോക്കണ്ട, ഞാൻ കേൾക്കാൻ പറ്റൂല, ഇങ്ങനെയെങ്കിലും ഒളിഞ്ഞു പോ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് സെമി ഗ്ലൂട്ടേഡ് റെഡി ചെയ്യൂ. എക്സ്പയർ ആയതിൻ്റെ ശേഷം ലോഞ്ച് ചെയ്ത് വിത്ത് എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇത് കാരണം അവർ വലുതായിട്ട് സ്റ്റോപ്പിന് റെഡി ചെയ്യുന്നു. ബ്രാൻഡ് നെയിം ഡിസൈഡ് ചെയ്തിരിക്കുന്നു. ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഡോക്ടർ റെഡ്ഡി മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നു. ബാങ്ക് സ്റ്റോക്കൊക്കെ എക്സ്പെഷ്യലി പബ്ലിക് സെക്ടർ ബാങ്ക് സ്റ്റോക്കൊക്കെ ഒരേ അടിയാണ്. ഈ CGQ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോബബിലി ഈ CGQ തന്നെ അദാനിയെ രക്ഷപ്പെടുത്താൻ അദാനി സ്റ്റോക്ക് വാങ്ങിയായിരുന്നു. ഇപ്പോൾ അവർക്കൊക്കെ നഷ്ടമാണ്. എന്തെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ ഫാർമറിനൊക്കെ ലോൺ വേവർ കൊണ്ടുവരണു എന്ന് പറയുന്നു. ഈ കാശിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഇരുന്ന് വാങ്ങുന്നതിൻ്റെ മുമ്പ് അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. ആരൊക്കെ പബ്ലിക് സെക്ടർ ബാങ്കിൽ സ്റ്റോക്ക് വെച്ചിരിക്കുന്നു
സൗന്ദര്യമുള്ള ഒരു വെള്ളത്തുണ്ടിനായി എടുത്ത് നിങ്ങൾ ഇടാം. ഇത് ഫെഡറൽ ബാങ്കാണ്. അവർ വന്നിട്ട് വെൽത്ത് സർവീസസിന് ഇൻക്രീസ് ചെയ്യുന്നു. അത് പണക്കാർക്ക് മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നതാണ്, സ്റ്റോക്ക് മാർക്കറ്റ് വിൽക്കുന്നത്, ലിപ്പ് വിൽക്കുന്നത്, ഇതുപോലത്തെ പ്രോഡക്റ്റ് കൊടുക്കുന്നതാണ് അവരുടെ ജോലി. പല പ്രാവശ്യം 100 വയസ്സുള്ള അപ്പൂപ്പൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ബാങ്ക് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് വാങ്ങിയോണ്ട് കടം വയ്ക്കുന്ന സ്ഥലമാണ്. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ വന്ന് അംഗീകരിക്കരുത്. സ്പെഷ്യലി അവർ വന്നിട്ട് പണക്കാരറിയാൻ ടാർഗറ്റ് ചെയ്യുന്നു. പെൻഷൻ വാങ്ങുന്ന അപ്പൂപ്പൻ അമ്മൂമ്മ ഒക്കെ വളരെ സൂക്ഷിച്ചിരിക്കാൻ. ഫെഡറൽ ബാങ്ക് വന്നിരിക്കുന്നു, ഒരേ അടി എല്ലാം പോവും. ടാർഗറ്റ് ഉണ്ടായിരിക്കും, അവർ നോക്കും, ഒരേ അടിയിൽ എല്ലാം അടിച്ചെടുത്തോണ്ട് പോകും. എല്ലാവരും വളരെ സൂക്ഷിച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. IDFC ഫസ്റ്റ് ബാങ്ക് അതിൻ്റെ ടോട്ടൽ ലോസ് 145 കോടി ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഈ ഡെപ്പോസിറ്റ് സ്റ്റോക്ക് സ്റ്റേബിളാണ് ഇരിക്കുന്നത്, ഡെപ്പോസിറ്റ് ഒന്നും കുറഞ്ഞില്ല എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. വിപ്രോ എന്ത് പറയുന്നു എന്നാൽ, വിപ്രോ എൻ്റർപ്രൈസസ് വിഷ്ണു ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ലിസ്റ്റഡ് കമ്പനി, സെമി കണ്ടക്ടർ ഫാക്ടറി ഇടാം. നമ്മളും എന്താണ് സെമി കണ്ടക്ടർ ഇടരുത് എന്ന് ഇരിക്കുന്നു. ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലില്ല, പ്രൈവറ്റ് കമ്പനിയിൽ ഇരിക്കുന്നു. ഫ്ലിപ്കാർട്ട് എന്ത് ചെയ്യുന്നു എന്നാൽ, സിംഗപ്പൂരിൽ ചേഞ്ച് ചെയ്തിരുന്ന കമ്പനീനെ റിവേഴ്സ് ചെയ്ത് ഇന്ത്യക്ക് എടുത്തിട്ട് വന്നിരിക്കുന്നു. എന്നെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാൽ ചില ഇൻവെസ്റ്റർ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നു. മ്യൂച്വൽ ഫണ്ട് വന്നിട്ട് ലാസ്റ്റ് മേക്കിംഗ് ഫണ്ടിൽ കാശ് കൊടുക്കും. കുറച്ച് ലിസ്റ്റിംഗ് ചെയ്ത് അവർക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ അടിക്കാൻ അവർ റെഡി ആയിരിക്കുന്നു. നിങ്ങൾ റെഡിയാണ്, എല്ലാം ചെയ്തിരിക്കുന്നു, പറ്റിക്കാൻ റെഡി ആയിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഫ്ലിപ്കാർട്ട് പറഞ്ഞിരിക്കുന്നു. അതായത് IPO-നാണ്, ലാസ്റ്റ് മേക്കിംഗ് കമ്പനി. ഇത്ര എന്ത് പറയുന്നതെന്നാൽ, ഞങ്ങൾ ഒരേപോലെ അല്ല. ഹെഡ് ഹീറോ ആണ് 40% ഓണർ. ഇതുവരെയ്ക്കും ഞങ്ങൾ പബ്ലിക് ഇഷ്യൂ ഇട്ട് കൊടുത്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്കൂട്ടർ കണ്ണിൽ കാണാൻ പറ്റുന്നു, വിസ് പ്രോബ്ലം ഒന്നുമല്ല. ഒരു ഔട്ട്ലെറ്റ് 1000 ദിവസത്തിൽ ഞാൻ തുറക്കും പറഞ്ഞിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും അതിനെ വിൽക്കാൻ ഞങ്ങൾ റെഡി ആയിരിക്കുന്നു എന്ന് പറയുന്നു. ബംഗളൂരിൽ ഒരു ഷോക്കിംഗ് ന്യൂസ്. ചെറിയ കട വച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ കമേഴ്ഷ്യൽ കടയിൽ സിലിണ്ടർ ഇല്ലാത്ത കാരണം, ബ്ലാക്ക് ടീ സിലിണ്ടർ വിൽക്കുന്ന കാരണം കടയിൽ നിന്നൊക്കെ മൂടിയിരിക്കുന്നു. ഒരു സംശയം വന്നിരിക്കുന്നു വെളിയിൽ. ഈ വലിയ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, കോഫി ഇടുന്നവർ, ബേക്കറി, ഇതുപോലെ ഇരിക്കുന്ന ആൾക്കാർ കടയിൽ നിന്ന് പൂട്ടാന സമയം എത്തിയിരിക്കുന്നു. ക്ലയൻറ്റ് സ്ട്രീറ്റിൽ എന്ത് ചെയ്യുന്നു എന്നാൽ, ആദാൻ ഇന്ത്യ ഉട്ര പ്ലാന്റൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അടി എന്ന് പറയുന്ന ഒരു ലോക്കൽ ബ്രാൻഡിനെ കാശ് കൊടുത്ത് എടുത്തിരിക്കുന്നു. ഇവിടെ ഉദയം പോലെ അവിടെ പഹാഡി എന്ന് പറയുന്ന ലോക്കൽ ബ്രാൻഡിനെ കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. ഇതാണ് ന്യൂസ്. എല്ലാം ഇറങ്ങിയതിൽ പാതി കയറിയിരിക്കുന്നു ആണ് പീക്ക്. മാർക്കറ്റ് തിരികെ കയറുന്നു, ഇറങ്ങുന്നു, ഇറങ്ങുന്നു, അങ്ങനെയാണ് ഇരിക്കുന്നത്. എന്താകുമെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ വിചാരിച്ചെന്തോളം ഇത് കയറിയില്ല, എന്നെ കൺസിഡർ ചെയ്യാമെന്ന് അറിയാതെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.